ചോദിച്ചു എങ്ങനെയാണ് പിന്നെ കോടതി കുറ്റയുക്തമാക്കുന്നത് വീഡിയോ വെച്ചോ പറഞ്ഞു അല്ല പോലീസാണ് അന്വേഷിച്ച് ഒഴിവാക്കിയത്. എന്നാൽ കൃഷ്ണകുമാർ ഇന്ന് വിശുദ്ധനാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഈ രാജ്യത്തിന്റെ കൃഷ്ണകുമാറിന്റെ പാർട്ടി ഭരിക്കുന്ന ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇതേ വിഷയത്തിൽ കൃഷ്ണകുമാറിനെതിരെ അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാലക്കാട് SP ഫോർവേഡ് ചെയ്തു. അതിന്റെ അന്വേഷണം പാലക്കാട് SP ഓഫീസിൽ നടന്നു വരികയാണ്. അത് കൃഷ്ണകുമാർ അറിയാത്തതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. അത് മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. 22 ഏപ്രിൽ 2025 പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ഡയറക്ടർ പാർത്ഥിവൻ അയച്ചിട്ടുള്ള അക്നോളജ്മെന്റ് അതിന്റെ കോപ്പി എന്റെ കയ്യിൽ. ഞങ്ങൾ മനസ്സിലാക്കുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം. ഇത് മാത്രമല്ല കൃഷ്ണകുമാറിന്റെ മറ്റ് ആക്ടിവിറ്റീസ് സംബന്ധിച്ച അന്വേഷണവും നടത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു അന്വേഷണവും തന്റെ പേരിലില്ല. താൻ പരിശുദ്ധനാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പച്ച കള്ളമാണ്. ഒരു ഇരയ്ക്ക് ഒരു അതിജീവിതയ്ക്ക് അവർക്ക് നിയമപരമായിട്ടും അതല്ലാതെയും പോരാടാൻ ശേഷി വരുന്ന ഒരു കാലഘട്ടത്തിൽ അവർ ഒരു പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ പിന്തുണയ്ക്കേണ്ട കടമയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൽ. ഇവിടെ ഈ പറയുന്ന വിവാദം പറയുന്നത് കോൺഗ്രസിന്റെ ഗൂഢാലോചനയാണ്, സന്ദീപിന്റെ ഗൂഢാലോചനയാണെന്നൊക്കെ പറയുന്നത്. ഈ വിഷയങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഏപ്രിൽ മാസത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ അന്വേഷണത്തിൽ ഏപ്രിൽ മാസത്തിൽ. അപ്പോ ഈ വിഷയത്തിൽ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ് കൃഷ്ണകുമാർ നടത്തിയത്. കൃഷ്ണകുമാറിന്റെ ഒരു വാദവും നിലനിൽക്കുന്നതല്ല. 2, BJP നിൽക്കുന്ന കാലത്ത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാൻ. ഈ കേസുമായി ബന്ധപ്പെട്ട് കുട്ടി രാജീവ് ചന്ദ്രശേഖറിന് കൊടുത്തു എന്ന് പറയപ്പെടുന്ന പരാതിയിൽ പറയുന്നത് പോലെ RSSന്റെ എളമക്കരയിലെ പ്രാന്ത കാര്യാലയത്തിൽ പോയി RSSന്റെ ഏറ്റവും തലമുതിർന്ന നേതാവായിട്ടുള്ള ഗോപാലൻകുട്ടി മാസ്റ്ററെ കണ്ട് പൊട്ടിക്കരഞ്ഞു. തന്റെ ജീവിതാനുഭവം താൻ നേരിട്ടുള്ള ദുരനുഭവങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ വേണ്ടത് ചെയ്യാം എന്ന് ആശ്വസിപ്പിച്ചാണ് അദ്ദേഹം കൊണ്ടത്. ബോധ്യപ്പെട്ട ലളിതായി. അത് മാത്രമല്ല ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഞാൻ അവരെ ബഹുമാനിക്കുന്നു. അവർ കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്ന ഒരു നേതാവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശോഭ ചേച്ചി ഈ കുട്ടിയുമായി സംസാരിച്ചിട്ടുണ്ട്. ശോഭ ചേച്ചിക്ക് ഇതിന്റെ സത്യം മുഴുവനും അറിയാം. MT രമേശിന്റെ എറണാകുളത്ത് അദ്ദേഹം താമസിച്ചിരുന്ന വീട്ടിൽ പോയി ഈ കുട്ടി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. മുട്ടാവുന്ന മുഴുവൻ വാതിലുകളിലും ഈ കുട്ടി പോയി പരാതി പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ മാനം രക്ഷിക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സംഘടനാ സ്നേഹമുള്ളത് കൊണ്ട് ആ കുട്ടി പലപ്പോഴും അതിൽ നിന്ന് വിട്ടുനിന്നുണ്ട്. ഇവിടെ സമ്മർദ്ദത്തിന് വഴി. അത് മാത്രമല്ല ഈ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഈ കുട്ടിക്കും അമ്മയ്ക്കും നേരെ നല്ല ആക്രമണം നടന്ന് ഈ കുട്ടിക്ക് ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ് തീരെ വയ്യാതിരുന്ന കുട്ടിയുടെ ചികിത്സയ്ക്ക് സഹായം കൊടുക്കുന്ന വ്യക്തിയുടെ പേര് ഇന്നത്തെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി എന്നാണ്. ശ്രീ സുരേഷ് ഗോപിയും ശ്രീമതി ശോഭാ സുരേന്ദ്രനും ഗോപാലൻകുട്ടി മാസ്റ്ററും ഒക്കെ ഇത് നിഷേധിക്കട്ടെ. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അവർക്ക് ഇത് നിഷേധിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എനിക്ക് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനോട് പറയാനുള്ളത്, കൺവിൻസ് ചെയ്യാൻ കഴിയാതെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കൃഷ്ണകുമാറിന്റെ വാക്കുകൾക്കാണോ നിങ്ങൾ മുഖവില കൊടുക്കുന്നത്? അതോ കഴിഞ്ഞ ഏറെ വർഷങ്ങളായി ഒറ്റയ്ക്കൊരു പോരാട്ടവുമായി ഇറങ്ങി പുറപ്പെട്ട് നിയമം പഠിച്ച് തനിക്ക് പോരാടാൻ വേണ്ടി നിയമം പഠിച്ച് അഭിഭാഷകയായി തീർന്ന കേരളത്തിലെ മുഴുവൻ അതിജീവിതകൾക്കും ഒരു മാതൃകയായി തീർന്ന ഒരു പെൺകുട്ടിയുടെ പരാതിയാണോ നിങ്ങൾ മുഖവില